നമസ്കാരം. ധനത്തിന്റെ അധിപയാണ് സാക്ഷാൽ മഹാലക്ഷ്മി ദേവി. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഏവരും. എന്നാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഒരു വ്യക്തിയിൽ, ഒരു കുടുംബത്തിൽ വന്നു ചേരുകയാണ് എങ്കിൽ കാണുന്നതായ പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങളുണ്ട്. ഈ ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ ആ വീടുകളിൽ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം നാൾക്ക് നാൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ആ ലക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ടതായ ലക്ഷണങ്ങൾ ഇപ്രകാരമാണ്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓ മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ വീടുകളിൽ എപ്പോഴും കലഹങ്ങൾ ഒഴിവായി പോകുന്നു, കലഹങ്ങൾ ഇല്ലാതിരിക്കുന്നു എങ്കിൽ അത് ശുഭകരമായ ഒരു സൂചനയാണ്. കലഹങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഇവർക്ക് വളരെ കുറവാകുന്നു. ഏത് കാര്യം ചെയ്യുകയാണ് എങ്കിലും അവർക്ക് കലഹങ്ങൾ ആ വ്യക്തികളിൽ നിന്നും ഒഴിഞ്ഞു പോകും. സമാധാനപരമായി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ആ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പര ഐക്യം വളരെ കൂടുതലായിരിക്കും. കൂടാതെ എപ്പോഴും ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. പരസ്പര സഹായം എപ്പോഴും ഇവർക്കിടയിൽ ഉണ്ടാകും എന്നതും വാസ്തവമായ കാര്യമാണ്. ഇവർ മൂലം ആ കുടുംബത്തിലെ അംഗങ്ങൾക്ക് സന്തോഷമാണ് എപ്പോഴും ഉണ്ടാവുക. മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ വരികയാണ് എങ്കിൽ പോലും പെട്ടെന്ന് അത് പരിഹരിക്കുവാൻ സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇവർക്ക് ആ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ അവർ ചെയ്യുന്നതായ കാര്യങ്ങളിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കുന്നതാണ്. ആത്മവിശ്വാസത്തോടെ ഏതൊരു പ്രവൃത്തിയും ഇവർക്ക് ചെയ്യുവാൻ സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. അതിനാൽ തന്നെ ആ കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. തുടർ വിജയങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. പലപ്പോഴും അത് പലർക്കും സാധിക്കാത്തതായ കാര്യമാകുന്നു. പലർക്കും വിജയങ്ങൾ നേടുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ ഇവർക്ക് നേരെ മറിച്ചായിരിക്കും കാര്യങ്ങൾ. ഇവർ പരാജയപ്പെടും എന്നൊരു ഘട്ടം വരുന്നതായ സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ സഹായം പോലും ഇവർക്ക് ലഭിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുന്നത് രണ്ടു നേരവും വീടുകളിൽ വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നു എന്നതാണ്. മുടക്കം കൂടാതെ ഇവർക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നതുമാണ്. ഇവർ നിത്യവും, അത് ബ്രാഹ്മമുഹൂർത്തത്തിൽ ഇവർക്ക് പ്രത്യേകിച്ചും വിളക്ക് തെളിയിക്കുവാൻ സാധിക്കും. അല്ലെങ്കിൽ രണ്ടു നേരം മുടങ്ങാതെ ഇവരുടെ ജീവിതത്തിൽ വിളക്ക് തെളിയിച്ച് മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കും. ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ക്ഷേത്ര ദർശനം നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ആഗ്രഹിക്കുന്നതായ പല ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുവാനുള്ള അവസരങ്ങൾ പോലും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പല കാര്യങ്ങളും ആഗ്രഹിക്കുകയും ആ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പലരും സഹായിച്ചു എന്ന് വരാം. ഇത്തരത്തിൽ അകമഴിഞ്ഞ പിന്തുണ, സഹായം ഇവർക്ക് പല അവസരങ്ങളിലും ലഭിക്കുന്നതാണ്. ഇതും സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം, പല വഴികളിലൂടെയും ധനം ഇവർക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. ധനപരമായ ചില പ്രയാസങ്ങൾ ഇവർക്ക് നേരിടുന്ന സാഹചര്യങ്ങൾ വന്നു ചേർന്നാൽ പോലും അത് തരണം ചെയ്യുവാൻ ഇവർക്ക് സാധിക്കും. പല വ്യക്തികളും ഇവരെ സഹായിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ ധനസ്രോതസ്സുകളിൽ നിന്നും ഇവർക്ക് ധനം കൈകളിലേക്ക് വന്നു ചേരാം. ഇത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നു എന്നതാണ് വാസ്തവം. ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ്. ധനപരമായ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരുന്നതും ധനം കൈകളിൽ നിൽക്കുന്നതായ സാഹചര്യം ഇതിവർക്ക് സംഭവിക്കുന്നതാണ്. അനാവശ്യമായ ചെലവുകൾ, അനാവശ്യമായ കാര്യങ്ങൾക്കായി ചെലവഴിക്കുന്നതായ ആ ധനം നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. പണം കൈകളിൽ നിലനിർത്തുവാൻ സാധിക്കും. പലരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഇവർക്ക് ധനം വിനിയോഗിക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. കൃത്യമായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കുവാൻ സാധിക്കുകയും അത് ധനപരമായ നേട്ടങ്ങളിലേക്കോ മറ്റ് കാര്യങ്ങളിലേക്കോ
ഇവരെ എത്തിക്കും എന്നതാണ് വാസ്തവം. ഇപ്രകാരം ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അതും മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ സന്ധ്യാസമയത്ത് ഇവർക്ക് പ്രത്യേകിച്ചും സന്ധ്യാസമയത്ത് നിഷിദ്ധമായ കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. അത് കലഹങ്ങളാകാം. കൂടാതെ ഭക്ഷണം കഴിക്കുക, ഉമ്മറപ്പടിയിൽ ഇരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇവർക്ക് പൂർണ്ണമായും ഒഴിവാക്കുവാൻ സാധിക്കും. ചില കാര്യങ്ങൾ ഇവർക്ക് ഒഴിവാക്കണം എന്ന ചിന്ത മനസ്സിൽ തന്നെ തോന്നുന്നതാണ്. അത് മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങൾക്ക് സംഭവിക്കുന്നതായ കാര്യങ്ങളാകുന്നു. ഇവർ വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ കൂടുതൽ സ്വർണപ്രഭയോടെ ആ വിളക്ക് തെളിയുന്നതാണ്. കൂടുതൽ നേരം ആ വിളക്ക് തെളിഞ്ഞിരിക്കുന്നു എന്നതും വാസ്തവമാണ്. വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ സുഗന്ധം ഇവർക്ക് അനുഭവപ്പെടുന്നതാണ്. എന്തുകൊണ്ടാണ് സുഗന്ധം അനുഭവപ്പെടുന്നത് എന്ന് ഇവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ സുഗന്ധം അനുഭവപ്പെടുന്നു എന്നതാണ് വാസ്തവം. കൂടാതെ ഇവർ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ മനസ്സിൽ എന്തെന്നില്ലാത്ത സമാധാനം ഇവർക്ക് വന്നു ചേരും. പല വിഷമതകൾ അനുഭവിക്കുന്നു, ചില ആശയക്കുഴപ്പങ്ങളുണ്ട് എങ്കിൽ പോലും അതെല്ലാം മറന്നു പോകുന്നതായ സാഹചര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ആ വീടുകളിൽ പകൽ സമയങ്ങളിൽ മൂങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ്. എന്തുകൊണ്ട് ഇപ്രകാരം സംഭവിക്കുന്നു എന്ന് ഇവർക്ക് ആശ്ചര്യം തോന്നാം. എന്നാൽ ഈ പക്ഷി ഇവരുടെ വീടുകളിൽ വരുന്നു എന്നതാണ് വാസ്തവം. രാത്രി വരുന്നത് ദോഷകരമാണ്, എന്നാൽ പകൽ സമയങ്ങളിൽ ഇവർ കാണും. തത്തയുടെ സാന്നിധ്യം ആ വീടുകളിൽ ഉണ്ടാകുന്നതാണ്. കൂടാതെ ഉപ്പനെ ആ വീട്ടിലെ വ്യക്തികൾ പല അവസരങ്ങളിലും കാണുന്നതാകുന്നു. ഇപ്രകാരം സംഭവിക്കുന്നതും മഹാഭാഗ്യം തന്നെയാകുന്നു. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കാണുന്ന ഒരു ജീവിയാണ് കീരി. കീരിയെ പോലും ഇവർ നിത്യവും അല്ലെങ്കിൽ ഇടവിട്ട ദിവസങ്ങളിൽ കാണുന്നു എന്നതാണ് വാസ്തവം. ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അതും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ കടാക്ഷത്താൽ സംഭവിക്കുന്നതായ കാര്യമാകുന്നു. വിളക്ക് തെളിയിക്കുന്നതായ സമയത്ത് പല്ലിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നതും വിശേഷപ്പെട്ടതായ ലക്ഷണം തന്നെയാകുന്നു. കൂടാതെ ആ വ്യക്തികൾക്ക് പ്രധാനമായും മനസ്സിൽ തെറ്റായ ചിന്തകൾ, ദുഷ്ചിന്തകൾ കടന്നു വരില്ല എന്നതാണ് വാസ്തവം. നല്ല ചിന്തകളാണ് വരിക. ശരിയായ രീതിയിലുള്ള ചിന്തകൾ വരികയും സൽചിന്തകൾ വരികയും പ്രധാനമായും സൽപ്രവർത്തികൾ ചെയ്യുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് ഇവരിൽ കൂടുതലായിരിക്കും. ഈ കാര്യങ്ങളും സംഭവിക്കുന്നു എങ്കിൽ അത് മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങൾക്ക് പ്രകടമാകുന്നു എങ്കിൽ അത് വിശേഷമാണ്, അല്ലെങ്കിൽ അമ്മയുടെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നതാണ്. നിത്യവും അമ്മയെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക.